എന്നും പകലുദിക്കുന്ന സൂര്യൻ അന്ന് പാതിരാത്രി ഉദിച്ചപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കഥയിലൂടെ കേട്ടാലോ? തുടങ്ങാം. എന്നും പകലുദിക്കാറുള്ള സൂര്യൻ അന്ന് പാതിരാത്രി ഉദിച്ചു. അസമയത്ത് കടലിൽ നിന്ന് പൊന്തി വന്ന സൂര്യനെ കണ്ട് പൂങ്കോഴി ഞെട്ടിയുണർന്നു. പിന്നെ ഉറക്കച്ചടവിൽ നീട്ടിക്കൂവി. കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്ന അച്ഛനും അമ്മയും പൂങ്കോഴിക്കൂവൽ കേട്ട് ചാടിയെണീറ്റു. പട്ടുമെത്തയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഉണ്ണിമോനെയും ഉണ്ണിമോളെയും വിളിച്ചുണർത്തി. ഇരട്ടക്കുട്ടികളുടെ കവിളിൽ അമ്മ ഉമ്മ വെച്ചു. ഉറക്കം ഒട്ടും മതിയായില്ലെങ്കിലും നായ്ക്കുട്ടി ലൂമയും ഉണർന്ന് മൂരി നിവർന്നു. സുന്ദരിപ്പൂച്ച 3 പൊന്നുമക്കളെയും ഇക്കിളിയാക്കി ഉണർത്തി. പൂവാലിപ്പശു വാല് നന്നായാട്ടി ഉറക്കെയൊന്ന് അമറി. അഴുക്കുകൾ കൊത്തിത്തിന്ന് മുറ്റം വൃത്തിയാക്കാൻ കാക്കകൾ കൂട്ടമായി എത്തി. ഓട്ടോമാമൻ കുളിച്ചു കുട്ടപ്പനായി കൃത്യസമയത്ത് ഓട്ടോറിക്ഷയിൽ മുറ്റത്തെത്തി. ചൂടുപാലും വെണ്ണ പുരട്ടിയ ബ്രെഡും കഴിപ്പിച്ച് അച്ഛനും അമ്മയും ഉണ്ണിമോനെയും ഉണ്ണിമോളെയും സ്കൂളിലേക്ക് അയച്ചു. തിരക്കുള്ള വഴിയിലൂടെ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും ഓട്ടോമാമൻ കോട്ടുവാ ഇടുന്നുണ്ടായിരുന്നു. ഉറക്കം വരുന്നുണ്ടോ ഓട്ടോമാമാ എന്ന് ഉണ്ണിമോൻ ചോദിച്ചപ്പോൾ ഏയ് എനിക്കോ എന്ന് തിരിച്ചു ചോദിച്ചു മാമൻ. ബെല്ലടിച്ചപ്പോഴേക്കും ഓട്ടോറിക്ഷ സ്കൂളിലെത്തി. ഉണ്ണിമോനും ഉണ്ണിമോളും കൂട്ടുകാർക്കൊപ്പം ക്ലാസ്സിലേക്ക് ഓടി. ഒട്ടും വൈകാതെ മേരി ടീച്ചർ ഉറക്കക്ഷീണത്തോടെ ക്ലാസ്സിലെത്തി. ഹാജർ പുസ്തകം തുറന്ന് കുട്ടികളുടെ പേര് വായിക്കുന്നതിനിടെ മേരി ടീച്ചർ 2-3 വട്ടം കോട്ടുവായിട്ടു. ഉണ്ണിമോനും ഉണ്ണിമോളും ശ്രദ്ധിച്ചു. പല കുട്ടികളും ഡെസ്കിൽ തല വെച്ചുറങ്ങുന്നു. അധികം കഴിയും മുമ്പേ ഉണ്ണിമോനും ഉണ്ണിമോളും ഉറങ്ങാൻ തുടങ്ങി. മേരി ടീച്ചർക്കും ഉറക്കം വന്നു. ഹാജർ പുസ്തകം മടക്കി വെച്ച് ടീച്ചറും മേശപ്പുറത്ത് തല വെച്ചു കിടന്നു. ഇത്രയധികം അച്ചടക്കമുള്ള 1-ാം ക്ലാസ് മുമ്പൊന്നും ഉണ്ടായിട്ടേയില്ല. അത്രയുമായപ്പോഴേക്കും ശരിക്കും നേരം വെളുക്കേണ്ട സമയമായിരുന്നു. നേരത്തെ ഉണർന്നതിനാൽ ക്ഷീണം തോന്നിയ സൂര്യൻ നന്നായി ഒന്നുറങ്ങാനായി കടലിലേക്ക് താണു. എങ്ങും കൂരിരുട്ടായി. മേരി ടീച്ചറും കുട്ടികളും സ്കൂൾ പൂട്ടി ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് മടങ്ങി. ഇന്നെന്തേ പകൽ ഇത്ര കുറഞ്ഞുപോയി? നടക്കുന്നതിനിടയിൽ അവർ പരസ്പരം ചോദിച്ചു. അതിനാർക്കും ഉത്തരമുണ്ടായില്ല. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ ബാലസാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാറാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നീലക്കുറിഞ്ഞി എന്ന 12 കഥകളടങ്ങുന്ന ഒരു സെറ്റിലെ പുസ്തകങ്ങളിൽ നിറയെ മനോഹരമായ ചിത്രങ്ങളുമുണ്ട്. ഇതിലെ വരകൾ പ്രശസ്തരായ ചിത്രകാരന്മാരുടേതാണ്. പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ പൂർണ്ണയുടെ ഔട്ട്ലെറ്റുകളിലും വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.